ഹായ്. ഇപ്പോൾ ഞാനും കുഞ്ഞുവാവയും കൂടെ ഒരു ചെറിയ വോക്കിന് ഇറങ്ങിയതാണ്. ചുമ്മാ ജസ്റ്റ് അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ ഇറങ്ങിയാണ്. നമ്മുടെ ലിസ്റ്റിലുള്ളൊരു ചെറിയ ഫോറസ്റ്റ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പം ഇന്ന് വേറെ ആരുമില്ല, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പോസ്റ്റായൊരു ദിവസം. അപ്പം പോസ്റ്റായൊരു ദിവസം എന്തായാലും പോസ്റ്റായിരിക്കുക. അപ്പം കുറച്ച് ആരോഗ്യം നോക്കാമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാണ്. ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കുറേ നടന്നിട്ടുള്ളതാണ്. എപ്പോഴും നടക്കുന്ന സ്ഥലം തന്നെയാണ്. നമ്മളിപ്പം കാട്ടിൻ്റെ നടുവിലുള്ളൊരു ചെറിയ തോട് കണക്കൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ എന്നറിയത്തില്ല. ഇവിടെയൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കാം. ഇവിടെ നോക്കി ഒരു ഒടിഞ്ഞ് വീണ മരം കിടപ്പുണ്ട്. ഈ മരത്തിലൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം. മരത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ തോടിൻ്റെ രീതി കാണാൻ പറ്റുന്നുണ്ടോ? തോട് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ മരത്തിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, അല്ലേ കുഞ്ഞാവേ? കണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, ഒരു വലിയ പടുവൃക്ഷം. ഇവിടെയൊക്കെ പിള്ളേർ ഇടയ്ക്ക് വരുന്നേ, പക്ഷേ ഇവിടെ അത്രത്തോളം ആൾക്കാരൊന്നും ഇങ്ങനെ വരാത്തയാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന കണക്ക് ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കാം. എന്താ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചുമ്മാ വന്ന് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു ബെഞ്ചും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പാർക്കിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണ്. നടന്ന് വന്ന് നമ്മൾ സ്ഥിരം ഇരിക്കാറുള്ള ആ ബെഞ്ചിൽ വന്നു. ബെഞ്ചിനകത്ത് ഉണ്ടോ കുറുക്കൻ്റെ ഒരു തലയുണ്ട്, പൂമ്പാറ്റകളുടെ പടവുണ്ട്, കണക്കൊരു മൂങ്ങയുടെ പടവുണ്ട്. ഇതൊരു തടിക്കഷ്ണമാണ്. തടിക്കഷ്ണത്തിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. കുഞ്ഞാവേ ഞാനും ഇങ്ങനെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എത്തുമെന്ത് അല്ലേ കുഞ്ഞാവേ? നടന്ന് പോകാം നമുക്ക്. പോരെ? അടിപൊളി അല്ലേ? സൂര്യൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടിക്കുന്നതാണ്. മറ്റേ പിൻഹോൾ ക്യാമറയുടെ ലുക്കാത്. എന്ത് എന്തോ 24 മണിക്കൂർ അപ്പാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വേണ്ട ലൊക്കേഷൻ മാറിയൊരു നിഗൂഢത പിടിച്ച സ്ഥലം കണക്ക് പോകുന്നില്ലേ? ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ്, ഉള്ള നിഗൂഢതയാണ്. ഡാർക്ക് സിനിമയൊക്കെ സീരീസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇതേ കണക്ക് നിഗൂഢമായ സ്ഥലമുണ്ട്. ഇങ്ങനെയൊക്കെ ബീജിഎമ്മുകള്. ഇവ എന്തൊക്കെയായിരുന്നു പറയുന്നത്? കുഞ്ഞാവ എന്ത് പറയുന്നത് എൻ്റെ ഇടയിൽ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞാവേ? എന്ത് കാണിക്കുന്നേ? എന്തു നീ പറയുന്നത്? എടാ ഒരു വാക്ക് നിനക്കറിയാം, അത് 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നീ അത് തന്നെ ഇങ്ങനെ 100 തവണ അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പാ അവനാകെ അത് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ബ്രിഡ്ജ് കണ്ടോ? തടി കൊണ്ടുള്ളൊരു ബ്രിഡ്ജ്. നല്ല രസമല്ലേ? സൈഡിലായിട്ട് ഒരു പോണ്ട്, അതിന് അപ്പുറത്തൊരു വീട്. അടിപൊളി വീടാക്കണം എന്നൊക്കെ. നല്ല രസമുള്ള വീടാണ്. നമുക്ക് വീടിനെ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ ബ്രിഡ്ജും നല്ല അടിപൊളിയാണ്. ഒരു മരം കണ്ടോ? നടന്ന് പോകാൻ തന്നെ ഭയങ്കര വൈബാണ്. നമ്മൾ ഒരു സ്ഥലത്തോട്ട് നമുക്ക് നടന്ന് സ്ഥിരം നടക്കാം. അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി അത് കിട്ടും. നമ്മൾ ഒറ്റയ്ക്കാണ് നടക്കുന്നതെങ്കിൽ പോലും നമുക്ക് കാഴ്ചകൾ കണ്ട് നടക്കാം. നമ്മൾ പോസ്റ്റ് ആവത്തില്ല. അതാണ് ഏറ്റവും വലുത്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അത് അവരുടെ വീട്ടിലോട്ട് പോകുന്നതാണ്. ഇങ്ങോട്ട് വേറൊരു വഴി, അതൊരു പോച്ചപ്പുറം ഗ്രാസ് ലാൻഡ്. അത് അവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ സ്റ്റിൽ ഫോറസ്റ്റ് തന്നെ പിന്തുടരും. നടന്നൊരു കിട്ടിലെ സ്പോട്ടിലെത്തി. ഇതുണ്ട്, ഒരു പാലത്തിന് അടിയാണേ. ഇത് ഊറ്റുവെള്ളം, മറ്റേ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ടൈപ്പ് വെള്ളമാണത്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ക്ലിയറാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ചെറുതായിട്ട് ഒഴുകി വന്നതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ വേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് അടിപൊളി നൈസ് ടൈപ്പ് വെള്ളമാണിത്.
ഉണ്ടോ അവിടെയും കാണാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ മുള്ളിൻ്റെ ഈ ഒരു ചെടികളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി പോകാത്തത്. ഇവൻ ഇവിടെ ഇരിപ്പുണ്ടുള്ളതുകൊണ്ടേ പോവാങ്കി നടന്ന് കയറാങ്കി വാ. എന്തായാലും വെള്ളം കണ്ടല്ലോ. വീണ്ടും അടുത്തൊരു പാലത്തോട്ട് വന്നു. ഇവിടെ ഈ പറയുന്ന കണക്ക് തടിപ്പാലങ്ങൾ ഒരുപാടുണ്ട്. തടിപ്പാലങ്ങൾ ഉണ്ട്. ഇതിൻ്റെ താഴെയായിട്ടാണ് ആ തോടിരിക്കുന്നത്. നൈറ്റിംഗേൾ ബ്രിഡ്ജ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നൈറ്റിംഗേൾ ബ്രിഡ്ജ്. നൈറ്റിംഗേൾ ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഒരു വേൾഡ് വാറിൽ ആൾക്കാരെ സഹായിച്ച നേഴ്സാണ്. അവരുടെ പേരിലാണ് നമ്മൾ ഈ പറയുന്ന കണക്ക് നേഴ്സ് ദിനം ആഘോഷിക്കുന്നത്. കുഞ്ഞാവേ വെള്ളം കുടിക്കാറായോ നീ? ആയോ? കുറച്ച് നടന്നു. അപ്പം കുറച്ച് കഴിയുമ്പം വെള്ളം കൊടുക്കാം നമുക്ക്. എൻ്റെ കൈയുടെ വിരലിങ്ങനെ പിടിച്ചാൽ നടക്കത്തോ ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പം മറ്റേ കൈ എടുത്താൽ അവ ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചേക്കുന്നതൊക്കെ അങ്ങ് എടുക്കും. എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കും അവൻ. വലിയൊരു ബോട്ടിൽ കുടിക്കാനാണ് അവനിഷ്ടം. പിള്ളേരുടെ സ്വഭാവമൊന്നുമില്ല. എന്തൊക്കെയോ വലിഞ്ഞ് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിലൊക്കെ എക്സ്പേർട്ട് ആയതുകൊണ്ട് അവ ഇതൊക്കെ കുടിക്കും. മതിയാ? കുറച്ച് നേരമായിട്ട് കുടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തതൊന്നുമില്ല. നമുക്ക് ബാഗ് വീണ്ടും തിരിച്ച് കയറ്റിക്കിടാം. നമ്മൾ ഈ കാടിൻ്റെ ഏറെക്കുറെ എൻ്റെത്തി തീരാൻ പോവാണ്. അവിടെ ഗേറ്റ് കണ്ടോ? ഗേറ്റ് കണ്ടാൽ പിന്നെ ഒരു റോഡാണ്. റോഡ് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലമാണ്, നമ്മൾ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്തൂടെ ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ലോങ് മൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണത്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫോറസ്റ്റ് ഫിനിഷായി. ഇതിൻ്റെ ഫൈനൽ ഗേറ്റ് ഇതാണ്. നമുക്ക് തിരിച്ചടച്ച് വെച്ചേക്കാം. കുഞ്ഞാവേ ഇനി നമ്മൾ റോഡ് കണ്ടു കണ്ട. അത് കഴിഞ്ഞിട്ടാണ് ഈ ലോങ് മൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പുറത്തൊക്കെ ഒരു ഗ്രാസ് ലാൻഡാണ്. അത് കാണാൻ പറ്റുമല്ലോ നമുക്ക്. ഇതൊരു അത്യാവശ്യം നല്ല സ്പീഡ് പോകുന്ന റോഡാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും നോക്കിയിട്ട് വേണം ഈ പറയുന്നത് ചാടാൻ. ക്രോസ് ചെയ്യാം. ഗ്രത്താം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ലോങ് മൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ പട്ടാളക്കാരുടെ വെടിവെപ്പൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇതിനകത്തോട്ട് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു. കണ്ടോ? ലോങ് മൂർ മിലിറ്ററി ട്രെയിനിങ് ഏരിയ ആണ്. പബ്ലിക് ആക്സസ് സബ്ജക്റ്റഡ് ടു ബൈ ലോ ആൻഡ് അറ്റ് ഓൺ റിസ്ക് ആണ്. ഇത് ആക്ച്വലി നമുക്ക് എൻ്റർ ചെയ്യാൻ ഇപ്പോൾ റെഡ് ഫ്ലാഗ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടോ? റിസ്ക് ഒക്കെ ഉണ്ട്. ഹൈ റിസ്ക് ആണ്. നോ പാർക്കിംഗ് ആണ് ഇവിടെ. എമർജൻസി വെഹിക്കിൾ ടു RV ആണ്. റിസ്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ വെടിവെപ്പിൻ്റെ ചാൻസും അത് കണക്ക് മറ്റേ ചാൻസും ഒക്കെ കൂടുതലാണ്. ഡിഫൻസിൻ്റെ ഏരിയ ആണ്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മൾ ലോങ് മൂറിൻ്റെ അകത്ത് കയറി. അവിടെ ആയിരുന്നല്ലോ എൻട്രി. ഞാനും കുഞ്ഞാവയും കൂടെ അകത്ത് കയറി. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇന്ന് റെഡ് ഫ്ലാഗ് ഇവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. എന്തോ സൈറ്റെന്ന് നമുക്ക് നോക്കണമല്ലോ. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞാവയും തൊപ്പിയും കണ്ണാടിയും വെച്ചിട്ടുണ്ട്. കുഞ്ഞാവയ്ക്ക് തൊപ്പി കുഞ്ഞാവ എടുത്ത് കളയുവാണ്. എന്നിരുന്നാലും നമ്മൾ വെച്ചു. അതുണ്ടോ? നല്ല സൈറ്റകത്തോട്ട് അതോട്ട് കയറി പോകാൻ പറ്റുന്ന സൈറ്റാണോ എന്നൊരു ഡൗട്ട്. അറിയത്തില്ല. മേലോട്ട് കയറ്റം. ഇവനെ കൊണ്ട് മേലോട്ടുള്ള കയറ്റം ഞാൻ ഒഴിവാക്കുന്നു. ഉണ്ടോ? രണ്ട് സ്പോട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. എന്തായാലും വെയിലുള്ള ഈ സ്പോട്ടിൽ കൂടെ തന്നെ നമുക്ക് പോവാം. ഇതാ മെയിൻ റൂട്ട്. ഇതാണ്ട് വേറൊരു ചെറിയ വഴി, ഇടവഴി അതങ്ങോട്ട് കിടക്കുന്നു. സ്ട്രെയിറ്റ് റൂട്ട് തന്നെ പോവാം. എന്തോ നോക്കാം, അതായിരിക്കും ബെറ്റർ.
അല്ലെങ്കിൽ പിന്നെ ചിലപ്പം പണി കിട്ടിയാലോ. വെയിലുണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ എന്നെ നടക്കുക. പ്രത്യേകിച്ച് പുരോഗമനമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വഴി കയറിയിരുന്നേ കുറച്ചുകൂടെ സീനറി കിട്ടുമായിരുന്നേനെ. ഇത് ഒന്നുമില്ല, ലോങ് ആയിട്ട് ഇങ്ങനെ റൂട്ട് കിടക്കുവാണ്. ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനും ഇവനും ഒറ്റയ്ക്കാണ്. നോക്കാം എന്താണെങ്കിലും. എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമായിരിക്കാം. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, അത്യാവശ്യം ചൂടുമുണ്ട്. സാധാരണ ഒരു കുറ്റിക്കാട്ടിൽ നമുക്ക് മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടുവാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് കയറുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറുക. പക്ഷേ ഇവരുടെ ഒരു മര്യാദ നോക്കണേ. ഇവരിവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അത് 3 അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ പോലും അവിടെ യൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ടാണ്, മനസ്സിലായില്ലേ? കാട്ടിനകത്തോട്ട് നീ ഒന്നും കയറേണ്ട ആവശ്യമില്ല എന്നുള്ളൊരിതാണ്. എല്ലാം അവൈലബിൾ ആകണ്ട. ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ടോ? അത് ഗ്രാസ് ലാൻഡ്. അങ്ങോട്ട് പോയാൽ ഇച്ചിരി വെയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സെയിം വഴി തന്നെ നമുക്ക് പിടിക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. വീണ്ടും മേളിൽ കൂടെ സൂര്യൻ അടിക്കുന്നു. എത്ര കാടുകൾ! ഇപ്പോൾ UK അത്യാവശ്യം എല്ലാ കാടുകളും കവറായെന്ന് തോന്നുന്നു. നമ്മൾ എന്ന് നോക്കിയാലും കാടെല്ലാം അത്യാവശ്യം നന്നായിട്ട് കവറും ചെയ്തു. കുഞ്ഞാവ സ്റ്റാർട്ടഡ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ തുടങ്ങി. വെയിലടിക്കാതിരിക്കാൻ ഞാൻ തൊപ്പി മോന്തയിലോട്ട് കയറ്റി വെച്ചേക്കുക. എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. കുറ്റി കടക്കേ വരുന്നു. പോയാൽ എവിടെ എത്തുമെന്ന്, അങ്ങോട്ടാ നേരെ പോയാൽ എവിടെ എത്തുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ലെഫ്റ്റ് എടുത്ത് വളഞ്ഞു. എന്തുവാണെങ്കിലും നമുക്ക് വരുന്ന വഴി വെച്ച് കാണാം. വെള്ളമൊക്കെ എടുത്തത് കാര്യമായി. ദാഹിച്ചാലും ചത്തു പോകത്തില്ല. എന്താ അല്ലേ, നല്ല സിനിമാറ്റിക് ഷോട്ടുകളൊക്കെ കിട്ടുന്ന സൈറ്റ്. എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ. നടന്നൊരു ഗ്രാസ് ലാൻഡ് എത്തി. ഗ്രാസ് ലാൻഡിൽ കൂടെ ഈ സമയത്ത് പോയാൽ കണ്ടല്ലോ ചുട്ടുപഴുത്ത് ഓംലെറ്റ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഗ്രാസ് ലാൻഡ് പോകുന്നില്ല. ഇവിടുത്തെ സോയിലുണ്ടോ, കുറച്ച് വൈറ്റ് സോയിലാണ്. ഹ്യൂമസ് കണ്ടൻറ്റൊക്കെ ഭയങ്കര കുറവായിട്ടുള്ള സാധനമാണ്. പക്ഷേ എങ്കിൽ ഈ പറയുന്ന കണക്ക് ഇത്രയും കാട് എത്തി വളരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഹ്യൂമസ് കണ്ടൻറ്റ് എന്ന് പറയുന്നൊരു വലിയ സംഭവമല്ലേ. എനിക്ക് തോന്നി പുറമേ ആയിരിക്കും ഇങ്ങനെ, അകത്തോട്ടുള്ള കറുത്ത മണ്ണ് കാണുമായിരിക്കും അല്ലേ. ആയിരിക്കണം, അറിയത്തില്ല. ഇത് കണ്ടോ, നമ്മൾ വന്നൊരു ചെറിയ തോടെത്തി. ഇവിടെ തോട്, അരുവികൾ, ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. എന്നിട്ട് ഇതിനടിയിൽ കൂടെ അപ്പുറത്തോട്ട് പോകും. ഇതിൽ കൂടെ ഗ്യാപ്പുണ്ട് കേട്ടോ. ഓ, 2 വഴി. ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നത്. ഇതിലൊക്കെ പോയാൽ എവിടെ എത്തുമെന്തോ. ഞാൻ മാപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്തോ വേണം, ചെറിയ വഴി കൂടെ ഒന്ന് പോയി നോക്കിയാലോ എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഇനി പാമ്പും ചേരയൊക്കെ ഉള്ള സൈറ്റാണോ അറിയത്തില്ല. കുഞ്ഞാവയും കൊണ്ടാണ് നടക്കുന്നത്. കുഞ്ഞാവേ, എന്തേലും പറ്റിയാൽ നീ എന്നെ കുറ്റപ്പെടുത്തൂ. നോക്കട്ടെ, അതാണ് കറക്റ്റ് വഴി. ഇത് ഏതോ ഒരു തുക്കട വഴി, ഏതെങ്കിലും കഴപ്പുമുത്തവന്മാരുണ്ടാക്കിയ വഴിയായിരിക്കും. അറിയാൻ മേല. ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസാണ്. ഞാൻ കയ്യിൽ എന്തായാലും സേഫ്റ്റിക്ക് മാപ്പ് പിടിച്ചിട്ടുണ്ട്. കാരണം ഇനി അഥവാ എങ്ങാനും പണി പാളിയാലോ, നമുക്കൊരു സേഫ്റ്റി വേണ്ടേ. അതിന് വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓ, ഇത് വെട്ടം കൂടി വരിക. സേഫ് പ്ലേസ് ആട്ടോ. വെയിൽ പോയെന്ന് വെച്ച് വിചാരിച്ച് കയറിയ വഴിയാണ്. ഇപ്പം വെയിലത്തോട്ട് തന്നെ ഇറങ്ങും നമ്മൾ. ഇത് പണി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കയറ്റം കയറുമോ നമ്മളെന്തായാലും. കയറ്റത്തോട്ടുള്ള വഴി എവിടെയാ
എൻ്റെ ആവുന്നേ ഇതൊന്നും ഒരു പിടുത്തവും ഇല്ല എനിക്ക്. കുഞ്ഞുവാവേനെ ഞാൻ ഫുൾ കവർ ചെയ്തിട്ടേക്കോ, അവ ഉറങ്ങുമല്ലേ. നോക്കാം എന്തായാലും പണി കിട്ടുമോ ഇല്ലയോന്നും. സഹായത്തിന് ഇത് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ മാപ്പ്. ഇന്ന് വേറെ ആരുമില്ല. റോഡ് നോട്ട് ചൂസർ ആക്ച്വലി എപ്പോഴും അതേ ഞങ്ങൾ ചൂസ് ചെയ്യത്തുള്ളൂ, ആരും പോയിട്ടില്ലാത്ത വഴി. ഞാനാണെങ്കിൽ കിതപ്പം തുടങ്ങി, ഇവനെയും കൂടെ ഇട്ടല്ലേ നടക്കുന്നത്, അതൊരു ഫാക്ടറാണ്. നോക്കട്ടെ എവിടെ എത്തുമെന്ന്. ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ, ഒരു മനുഷ്യനെയും കാണാനില്ല. ഞങ്ങൾ മാത്രം, ഒരു മൊത്തത്തിലുള്ള കാട്ടിൽ ഞങ്ങൾ മാത്രം, ഞാനും ഈ കുഞ്ഞുവാവയും ഇവനുള്ള കുറച്ച് വെള്ളവും. പൂക്കളൊക്കെ ഉണ്ട്, സമ്മറായതുകൊണ്ട്. ഈ കയറ്റം കയറി എവിടെ എത്തുമെന്നൊരു പിടുത്തവും ഇല്ല. ഓ, കയറി വന്നപ്പം കണ്ട സ്ഥലം നോക്ക്. എൻ്റെ അമ്മോ, ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തതുണ്ടല്ലോ ആൾക്കാരെ, അവരോടൊന്നും ഒന്നും പറയാനില്ല. ഇതൊക്കെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. കുറച്ച് നേരം തണലത്തിരിക്കണമെന്നുണ്ട്. ഇവനെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അമ്മേ, ഒരു നല്ല പുഷ്കര കയറ്റമാണ് കയറിയത്. ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തമില്ലാത്ത. കുഞ്ഞാവെ വെയിലടിക്കാതിരിക്കാൻ സേഫാക്കി വെച്ചേക്കുക. എൻ്റെ തൊപ്പി അടയ്ക്കുന്ന തറയിൽ പോയി. നല്ല അടിപൊളി ഉറക്കമുറങ്ങ പാവപ്പെട്ടോ. ഈ സീനൊക്കെ നോക്കണേ. വെയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അടിപൊളി സൈറ്റാണ്. ഈ മരത്തിൻ്റെ ചോട്ടിലുണ്ടല്ലോ, ആ കിടന്നുറങ്ങാൻ എന്ത് സുഖമാണെന്നറിയാമോ, എന്ത് സുഖമാണെന്നറിയാമോ. ഈ കാട്ടിൽ ഇവിടെ നമ്മൾ ഇന്ന് ഫുള്ള് കിടന്നുറങ്ങിയാലും ഒരുത്തേനും ചോദിക്കാനോ പറയാനോ ഒന്നും വരത്തില്ല. അതാണെങ്കിൽ കുറേ ഒറ്റപ്പെട്ട മരങ്ങളതും അവിടെയൊക്കെ ആയിട്ട്. ചൂടുണ്ടെങ്കിൽ അടിപൊളി കാറ്റാ, നല്ല കാറ്റ്. ഇങ്ങോട്ടൊരു വഴിയുണ്ട് കണ്ടോ, ഇങ്ങോട്ടും വഴിയുണ്ട്. എന്നാൽ വഴിയില്ലാത്ത ഈ സ്ഥലത്തോട്ട് നമുക്ക് നടന്ന് നോക്കാം. അയ്യോ, താഴോട്ടൊന്നും കാണാനില്ല. ഇത് എവിടെയാണെന്ന് നോക്കട്ടെ. ഇറക്കമാണെങ്കിൽ ഇതിലേക്ക് ഇറക്കാം, അല്ലെങ്കിൽ മറ്റേ വഴി വീണ്ടും ബാക്ക് അടിച്ച് പോവാം. എന്തുവാ ഈ കാണുന്നേ? ഇനിയും കാടോ? ഇതിന് അന്ത്യമില്ലേ? ഓ, കുഞ്ഞാവയുടെ ഇതൊക്കെ പോയി. ഈ കാടിന് അന്ത്യമില്ലേ? നെവർ എൻഡിങ് ആണോ? ഒരു വഴി കിടക്കുന്നുണ്ടോ? നല്ല ഉസ്താദ് കയറ്റം അത് കഴിഞ്ഞ് എനിക്ക് സൗണ്ട് കേൾക്കാം, റോഡിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ട് പോകണ്ട, അപ്പം റോഡാ. നീ കൊട്ട വെയിലത്ത് ഈ കൊടുമല കയറാനൊന്നും എന്നെ കൊണ്ട് വയ്യ. നമുക്ക് നേരെയുള്ള മറ്റേ വഴി പോവാം. ആ വഴി എങ്ങോട്ടെത്തും നോക്കാം. നമ്മൾ നേരത്തെ ക്യാൻസലാക്കിയ വഴി, അതാകുമ്പോൾ സണ്ണിന് ഓപ്പോസിറ്റാ, അതുകൊണ്ട് അത്ര എഫക്റ്റ് അടിക്കത്തുമില്ല. ഓ പാവം കുഞ്ഞുവാ, കൊടും വെയിലത്ത് തൊപ്പിയൊക്കെ പറന്നു പോയി. നല്ല അടിപൊളി ഉറക്കം ഉറങ്ങുന്നു. കുഞ്ഞാവയൊക്കെ തളർന്നു കാണും. ഞാൻ തളർന്നു. എനിക്ക് എൻ്റെ നാക്കിന് കുഴയുന്നു നാക്കൊക്കെ. ആ ഒറ്റപ്പെട്ട മരങ്ങൾ, കാസർഗോഡ് കണക്കുള്ള സ്ഥലം. അവിടെ മരത്തിന് അടി കിടന്നുറങ്ങാൻ എന്ത് സുഖമാണെന്നറിയാമോ? ഇതിലെങ്കിൽ ഇതാകുമ്പോൾ കുറച്ച് ഇറക്കമുണ്ട്. അയ്യോ, കുഞ്ഞാവിടെ തൊപ്പി, എനിക്ക് നേരെ തൊപ്പി പിടിക്കാൻ പോലും പറ്റും. ആ ഇല്ല, കരയല്ലേ, ഉറങ്ങിക്കോ, കരയല്ലേ. നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണേ. ആ പ്ലാക്കാട് കുഗ്രാമത്തിൽ കിടന്ന് ഞാൻ ഈ പറയുന്ന കണക്കൊരു കാട്ടി വന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമെന്ന് ഞാൻ ജനിച്ചപ്പോഴോ
ഞാൻ 10 പഠിച്ചപ്പോഴോ, ഞാൻ +2 പഠിച്ചപ്പോഴോ, ഈവൻ ഞാൻ 2022 PSCക്ക് പഠിച്ചപ്പോഴോ പോലും ചിന്തിച്ചിട്ടില്ല. ഗ്രാസ് ലാൻഡിൽ കൂടെയുള്ള വഴിയാ. വെയിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഇതിപ്പോൾ ഒരു വിൻ്റർ ആയിരുന്നെങ്കിൽ കേട്ടല്ലോ അടിപൊളിയായിട്ട് നടന്നു പോകായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ. ഈ സമ്മറിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളെ പെട്ടെന്ന് ടയേർഡാക്കും. കുഞ്ഞാവ് എണീറ്റെന്ന് തോന്നുന്നു, എന്തൊക്കെയാ സൗണ്ടൊക്കെ കേൾക്കുന്നത്. മനസ്സിൽ എന്നെ തെറി വിളിക്കുകയായിരിക്കും. എന്ത് കഷ്ടകാലത്തിനാണോ എന്തോ ഈ പിരി ലൂസായവൻ്റെ കൂടെയൊക്കെ ഇറങ്ങി പോകാൻ തോന്നിയത്, അല്ലെങ്കിൽ ഇവിടെ ജനിക്കാൻ തോന്നിയതെന്നൊക്കെ പറഞ്ഞ് ആർക്കറിയാം. എന്തായാലും കൊട്ട വെയിലത്ത് പാവപ്പെട്ട കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് പുറത്തോട്ടൊന്നും ഇറക്കിയില്ലെങ്കിൽ ഇവർക്കുള്ള ഇമ്മ്യൂണിറ്റി, അത് കണക്ക് എന്താ പറയുക, അഡാപ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിള്ളേരെയൊക്കെ പുറത്തിറക്കി കുറച്ച് വലപ്പിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. ഉള്ള റോഡ് മാറിയിട്ട് ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ചെളിയാ, പക്ഷെ ഇതുകൊണ്ട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അയ്യാടാ, നല്ല കുത്തൊഴുക്കുള്ള ചെളി. പൊതയും വേണ്ട, കൂടിയ ഷുവ എത്തിയാ മതി. കുഞ്ഞാവെ ശ്രദ്ധിച്ച് തല. ഇങ്ങോട്ട് പിന്നെ പോയി നോക്കിയാലോ? നമ്മൾ അകലുവാണോ എന്നൊരു ഡൗട്ട്. അകലുക തിരിച്ചു കടക്കുക. ആ വഴി നടന്നു വന്ന് ഈ ഒരു റോട്ടിൽ കയറി. ഇത് എവിടെ വന്ന് കയറിയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരു പിടുത്തവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? മല്ലയ്യൊക്കെ മല്ലയ്യനായി ചരിഞ്ഞ് ഇതോ കാട്ടിലോട്ട് വേറൊരു കാട്ടിലോട്ട് അടിപൊളി ഒരു സ്പോട്ട് കാട്. എനിക്ക് ഈ വഴി പോയാൽ എവിടെ എത്തുമെന്ന് പോലും മണ്ടാരം അടങ്ങാൻ എനിക്കറിയത്തില്ല. വല്ല സർപ്രൈസും ഉണ്ടാവുമോ നോക്കട്ടെ. നമുക്ക് പറ്റിയ വഴിയുള്ള സർപ്രൈസ് മീൻസ് എന്താ പറയുക, നമ്മൾ യാദൃശ്ചികമായിട്ട് ഈ വഴിയായിരുന്നില്ലേ ആ വഴി, ഇങ്ങനെ തോന്നത്തില്ലേ? അങ്ങനെ എത്തിപ്പറ്റുന്നൊരു റൂട്ട് എത്തുവാണെങ്കിൽ സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കർവൊക്കെ വരുന്നു. കർവൊക്കെ വളങ്ങി എങ്ങോട്ടാണോ എന്തോ. എന്തുവാടെ ഈ പോകുന്നേ? വേറെ റൂട്ടാണോ? ഒരു പിടുത്തവും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പണി കിട്ടിയെന്ന് വെച്ചാൽ റൂട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്ന കാട്ടിനകത്തോട്ട് തന്നെ വീണ്ടും. എനിക്കപ്പോഴേ തോന്നി വഴിപ്പിശാചി പണി തരുമെന്ന്. എവിടെയെങ്കിലും ഒരു സൈഡ് കട്ട് റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുക, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഡേഞ്ചറാ. നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഗൂഗിൾ മാപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്നത്. ഇത് കണ്ടോ, ചുഷ്ണ വഴികൾ. ഇതിൽ കയറണമെങ്കിൽ കയറിയാൽ പണി കിട്ടും ചിലപ്പം. അതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഒരു വീതി കൂടിയ വഴി ഉണ്ടെങ്കിൽ കയറായിരുന്നു. പക്ഷെ പണി എന്ന് പറയാൻ കുഞ്ഞാവേ ഉള്ളതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് ഈ ചുഷ്ണ വഴി കൂടെ കയറിയാൽ എന്താ പറയുക, മരങ്ങളുടെ ഇടയിൽ തലയിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു വഴി കാണുന്നു, ഇതെവിടം വരെ പോകുന്നു ഒരു ഗ്യാരൻറ്റി ഇല്ല. ചെറിയതാണെങ്കിലും ചെറുത് പോട്ട് എങ്ങോട്ടെങ്കിലും എത്തുമോ നോക്കട്ടെ. മറ്റേ വഴി ഡേഞ്ചറാണ്, അതിലല്ല വഴിയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ കുറ്റിക്കാടാണ് ഇതൊക്കെ.
ഇത് എവിടെ കൊണ്ടുവന്ന് എൻ്റെ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പണി പാളിയിട്ടുണ്ടെന്ന് എന്തായാലും മനസ്സിലായി. ഈ വഴി നമ്മൾ രക്ഷിക്കുമെന്നാണ് തോന്നുന്നത്. കുഞ്ഞാവ എണീറ്റോ? എനിക്കൊന്ന് കുഞ്ഞാവ എണീറ്റാന്ന് തോന്നുന്നു. കുഞ്ഞാവെ നമുക്ക് വഴി പെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരൊക്കെയോ ഇത് മരമൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നത്. ടാസ്ക് വഴിയാണോ എന്തോ, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള വഴിയാണോ എന്തോ. എന്നിരുന്നാലും പോവും. എൻ്റെ കഴുത്തിലാണെങ്കിൽ സ്വർണ്ണമാലയൊക്കെ കിടപ്പുണ്ട്. ഇതൊരു ലൂപ്പാണെന്നാണ് തോന്നുന്നത്. സീരിയസ്ലി നമ്മൾ നേരത്തെ കറങ്ങി, എനിക്ക് തോന്നുന്നു ഈ വഴി നമ്മൾ പോയ വഴി തന്നെ. ഇത് കണ്ടോ, ഈ സ്ഥലം ഇവിടെ തന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇത് മാരക ലൂപ്പാട്ടോ. എൻ്റെ പൊന്നോ, വഴിപ്പിശാശിൻ്റെ അങ്ങ് പീക്ക് സാധനം എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ കറങ്ങി കറങ്ങി വന്ന് നിൽക്കുക. ഇതിലേ നമ്മൾ പോയതാണ് നേരത്തെ, ഓർമ്മയില്ലേ? ഈ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും കറങ്ങി വന്ന് നിൽക്കുക. വൺ പീക്ക് ലൂപ്പ്. ഒരു പിടുത്തവും കിട്ടുന്നില്ല. മാപ്പൊക്കെ എടുത്ത് കണ്ടെത്തി എറിയണം. പുല്ല്, ഒരു കിണയും ഇല്ലാത്ത മാപ്പ്. ഷിറ്റ്. നമ്മളെ കറക്റ്റ് വഴിയാണെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് കയറിയത്. ഇത് വൺ ടാസ്ക്. ആ സൈറനൊക്കെ അടിക്കുന്നു. വെടിവെപ്പിൻ്റെ സൈറനാണോ എന്തോ. ഇത് വൻ സീനാണെന്നാ തോന്നുന്നത്. ഒരു സർക്കുലർ പാത്തും തേങ്ങാക്കൊലയൊന്നും ഉണ്ടായില്ല. കറങ്ങി തിരിഞ്ഞ് ആദ്യത്തെ റൂട്ട് നമ്മൾ കണ്ടെത്തി. ആദ്യമേ നമ്മൾ വന്നൊരു വഴിയില്ലേ, അതാണ് ഈ വഴി. അറ്റ്ലീസ്റ്റ് അവിടെ എത്തിയല്ലോ. ട്രാപ്പിൽ നിന്ന് ഊരി അതിലെത്തി. ഇനി എന്തായാലും നേരെ അങ്ങ് പോയാൽ മതി. പക്ഷേ ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് വഴി നമുക്ക് അങ്ങ് റോഡിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴി ഇതിൻ്റെ ഇടയിൽ കാണുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ നോക്കിയത്. പക്ഷേ അത് പ്രാവർത്തികമായില്ല. ബാക്ക് ടു ഓൾഡ് ലോങ് വേ. നമ്മൾ ഇത്രയും നേരം നടന്ന ആ വലിയ വഴിയുടെ അവിടെയാണ് വന്ന് എത്തിയേക്കുന്നത്. ഇനി ആ വലിയ വഴി തന്നെ നടന്ന് തീർത്ത് വീട്ടിലെത്തണം. ദാറ്റ്സ് ടു മച്ച്. ലോങ് വാക്ക് ടു ഫ്രീഡം. കക്കൂസിൻ്റെ അവിടെ തന്നെ എത്തി. വായിലൊന്നും നല്ല വർത്താനം വരുന്നില്ലല്ലോ. തളർന്ന ഭണ്ഡാരം അടങ്ങി. ഇനി പഴയ കാട്ടിൽ കൂടെ തന്നെ തിരിച്ച് വീട്ടിൽ പോവാം. കണ്ട റൂട്ട് തന്നെ വീണ്ടും കാണണമല്ലോ. അതാണ് അതിനേക്കാളും വലിയ ശോകം. റോഡിൽ കയറിപ്പറ്റി റോഡിലൂടെ തന്നെ നടന്നു പോവാണ്, റോഡിൻ്റെ ഫുട്പാത്തിലൂടെ. ഇനി നമുക്ക് വഴി അറിയാം വീട്ടിലോട്ട് എത്താനായിട്ട്. ഇനിയൊരു 3 കിലോമീറ്റർ അടുപ്പിച്ച് കാണുമായിരിക്കും വീട്ടിലെത്താൻ. 2-2.5 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അപ്പം ഈ വഴി നമുക്ക് നടന്നങ്ങ് പോവാം. പയ്യെ ഒരു അരിവ് ചേർന്നങ്ങ് പോവാം, അല്ലേ കുഞ്ഞുവാവേ? അല്ലെങ്കിൽ വീട്ടിൽ എത്തത്തില്ല. നടന്നു വരുന്ന വഴിക്കൊരു പാർക്ക് ഉണ്ട്. അപ്പം കുഞ്ഞാവേനെ കൊണ്ട് പാർക്കിൽ ഒന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ കാവലിരിക്കുന്ന ഒരാൾ കണ്ട എവിടെ കിടക്കുന്ന പൂച്ച. നമ്മളിവിടെ ഇരിക്കുന്നതിന് നമുക്ക് കാവലിരിക്കുക, അല്ലേ കുഞ്ഞാവേ? ഓക്കെയാണോ? വെയിലടിക്കുന്നുണ്ടോ? അപ്പം വീടെത്താറായി. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. ബൈ 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 കാണിച്ചേ. ബൈ 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 ബൈ. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ?